1930 മാർച്ച് 12-ന് തെരഞ്ഞെടുക്കപ്പെട്ട തന്റെ 78 വിശ്വസ്തരായ അനുയായികൾക്കൊപ്പം ഗുജറാത്തുള്ള സബർമതി ആശ്രമത്തിൽ നിന്നും ഏതാണ്ട് 388 കിലോമീറ്റർ അകലെയുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് കാൽനടയായി യാത്ര ചെയ്തു. ഈ സാഹസികമായ യാത്ര 24 ദിവസം കൊണ്ടാണ് കടൽ തീരത്തെത്തിയത്. ഇന്ത്യയിൽ എന്നല്ല, ലോകത്തിലെ എല്ലാ വാർത്താ മാധ്യമങ്ങളും ഒക്കെ തന്നെയും ഈ ഐതിഹാസിക യാത്ര വാർത്തയാക്കുകയുണ്ടായി. അങ്ങനെ 1930 ഏപ്രിൽ 6-ന് ഗാന്ധിജിയും അനുയായികളും ഉപ്പ് നിയമം പരസ്യമായി ലംഘിച്ചുകൊണ്ട് ഉപ്പുണ്ടാക്കി. ഉപ്പ് നിയമം തീർത്തും കരിനിയമമാണ്. ഉപ്പ് സത്യാഗ്രഹം പാവപ്പെട്ടവന്റെ സമരമാണ്. ആയുധം അഹിംസയാണ്. ഗ്രാമീണരോട് ആഹാരവും വസ്ത്രമലക്കാനുള്ള വെള്ളവും മാത്രമാണ് ഗാന്ധിജി ചോദിച്ചത്. യാത്രയിലെ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ സത്യാഗ്രഹികളെ പിന്നോട്ട് വലിച്ചില്ല. അവർ മുന്നോട്ട് നീങ്ങി. ഗാന്ധിജിയുടെ പിന്നിൽ ഒരൊറ്റ ലക്ഷ്യത്തോടെയുള്ള അണിചേരൽ, ഉപ്പ് സത്യാഗ്രഹം.